a brand new video of Cook with Joe segment. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ഡ്രാഗൺ ചിക്കൻ റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു 250 grams ഓഫ് ചിക്കൻ ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 tablespoon മൈദ നമ്മൾ ആദ്യമായി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പെപ്പർ പൗഡറാണ്. ഒരു 1/2 tablespoon പെപ്പർ പൗഡറും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1 tablespoon കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 tablespoon സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സോയാ സോസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല ഈ രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നമ്മളുടെ ചിക്കനിലേക്ക് ഈ മാരിനേഷന് വേണ്ട മസാലയെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് നമ്മളുടെ ചിക്കൻ പീസസിനോട് ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ചിക്കൻ ഒരു 15 to 30 minutes മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ നോക്കാം. ഇതിന് നമുക്കൊരു സെമി ഗ്രേവിയാണ്. ഇതിലേക്ക് നമുക്കൊരു സവാള വേണം, ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്, പിന്നെ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു 1/2 capsicum കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് നമ്മളുടെ എണ്ണ ചൂടാവുമ്പം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മളുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് എണ്ണ അത് അബ്സോർബ് ചെയ്യില്ല, അതേപോലെ തന്നെ കരിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് അങ്ങനെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ പീസസ് ഒക്കെ ആവശ്യത്തിനുള്ള രീതിയിൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ കുറച്ച് എണ്ണയിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ റെഡ് ചില്ലീസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചൈനീസ് ഡിഷാണ്. അപ്പം അതിലേക്ക് നമുക്ക് ഒരുപാട് വേവേണ്ട കാര്യമില്ല. അടുത്തതായി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഒനിയൻ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കിത് വഴണ്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 1 tablespoon ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 tablespoon ടൊമാറ്റോ സോസാണ്.
അതും നന്നായിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മളുടെ ക്യാപ്സിക്കം പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാട് കുക്കാവേണ്ട കാര്യമില്ല. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിയാൽ മതി. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഇച്ചിരി കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഡിഷ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.